സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ കർഷകർ തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ ഞാറു നടുന്ന തിരക്കിലാണ് കൃഷിമന്ത്രി. പുഞ്ചകൃഷിയിൽ സംഭരിച്ച നെല്ലിൽ 900 കോടിയോളം രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. സപ്ലൈകോ നൽകിയ PRS രേഖ പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ടാണ് കോട്ടയത്തെ കർഷകർ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അരങ്ങ് തിരുവാർപ്പ് പഞ്ചായത്തിലെ ഞാറ്റടി മഹോത്സവം. അരങ്ങിൽ കൃഷിമന്ത്രി P. പ്രസാദ്. ഉഴുതുമറിച്ച പാടത്ത് നടീൽ യന്ത്രവുമായി ഞാറു നടുകയാണ് മന്ത്രി. യന്ത്രവൽകൃത കൃഷിരീതി കൃഷിയെ എങ്ങനെ ലാഭകരമാക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചടങ്ങിൽ വാചാലനായിരുന്നു. പക്ഷേ വയലിൽ നിന്ന് കോട്ടയം കളക്ട്രേറ്റിന് മുന്നിലെത്തിയാൽ കാഴ്ച ഇതാണ്. സംഭരിച്ച നെല്ലിൻ്റെ തുക നൽകാത്തതിനാൽ സപ്ലൈകോ നൽകിയ PRS രേഖ പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ട് കർഷകർ പ്രതിഷേധിക്കുകയാണ്. ഒരു വശത്ത് പാടത്തിറങ്ങി ഞാറു നടുന്ന കൃഷിമന്ത്രി, മറുവശത്ത് കൊയ്തെടുത്ത നെല്ലിന്റെ പണം ലഭിക്കാതെ സമരം ചെയ്യുന്ന കർഷകർ. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഇപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലമാണ്. പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി നെല്ലും സംഭരിച്ചു. പക്ഷേ പണം മാത്രം കർഷകന് ലഭിച്ചിട്ടില്ല. പണത്തിന് പകരം സപ്ലൈകോ നൽകുന്ന PRS പോലും നൽകാൻ ചില ബാങ്കുകൾ തയ്യാറായിട്ടില്ല. അവർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മഴയിലും വെയിലിലും വെള്ളത്തിലും ഒക്കെയായി പ്രകൃതിയോട് മല്ലടിച്ച് പണിയെടുക്കുന്ന ആളുകളാണ്. അത് നെൽമണികളായി കഴിയുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട് അതിന് പണം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുണ്ട്. ഞാൻ പല പ്രാവശ്യം നിയമസഭയിലും ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ഉൽപാദന ചെലവിനെ കുറിച്ച് ഗവൺമെന്റിന് എന്തെങ്കിലും തിട്ടമുണ്ടോ? അറുതിയില്ലാത്ത പ്രതിസന്ധി മൂലം ഇതിനോടകം നിരവധി കർഷകർ അപ്പർ കുട്ടനാട്ടിൽ മാത്രം നെൽകൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. 900 കോടിയോളം രൂപയാണ് പുഞ്ചകൃഷിയിൽ കർഷകർക്ക് കിട്ടാനുള്ളത്. ജനം, കോട്ടയം.